ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ഉദയനൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ ആറ്റുകാലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ശ്രീ പത്മനാഭ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ശബരിമല അയ്യപ്പനും ഇല്ല, ആറ്റുകാല അമ്മയില്ല, വളിദാനികളും ഇല്ല, ഭാരത് മാതാവും ഇല്ല, ആരുമില്ല. ഇതുപോലത്തെ ഒരു അവസ്ഥ ഈ BJP കൗൺസിലർമാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞോളൂ. അതായത് സത്യപ്രതിജ്ഞ വരെ മുഞ്ചിയ അവസ്ഥ. ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയ ഒരു ആവേശത്തിൽ കയറിയിട്ട് അടിച്ച് കയറ്റി വിട്ടതായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ദൈവങ്ങളെയും, കൂട്ടുദൈവങ്ങളെയും, ഇച്ചിരി ദൈവങ്ങളെയും, വലിയ ദൈവങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ചിട്ടുള്ള കൂട്ടത്തിൽ ഭാരതാംബി. അവസാനം ഈ പറഞ്ഞ എല്ലാ അമ്പമാരെയും കൊണ്ട് മാറ്റി വെച്ചോളാം. വളിദാനികളെ പേര് വരെ പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മുനിസിപ്പൽ ലോ ഉണ്ട്, ഇതൊന്നും പാടില്ല. എന്നിട്ടും ആവേശം മൂത്തങ്ങട്ട് ഇങ്ങനെ ഒരു പുളക്കം കൊണ്ടതായിരുന്നു. അപ്പം എല്ലാം കൂടെ ഉള്ള പുളകൊക്കെ മാറ്റി വീണ്ടും ചെയ്തോളാം, അല്ലെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തോളാം പറയേണ്ട ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. എന്തായാലും കേരളത്തിലെ സംഘികൾക്കൊന്നും വിവരവും ബോധവും ഇല്ലാത്തതുകൊണ്ട് നീളത്തിലും വട്ടത്തിലും മുഞ്ചിയിട്ടുണ്ട്.